താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു, അവർ ബേത്ലഹേം തന്നിൽ വന്നു. തേജസ് മുന്നിൽ കണ്ടു, അവർ ബേത്ലഹേം തന്നിൽ വന്നു. രാജാധിരാജന്റെ പൊൻതിരുമേനി, രാജാധിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു. ഇന്ന് ഡിസംബർ 1 യേശുവിന്റെ ജനന തിരുനാൾ ഒരുക്കങ്ങൾ തുടങ്ങണ്ടേ? പ്രിയ കൂട്ടുകാരെ, ഇന്നേ ദിനം നമുക്ക് നക്ഷത്രങ്ങളെ കുറിച്ച് കേട്ടാലോ? സ്റ്റാർ ആകാൻ ആഗ്രഹിക്കാത്തവരായി നമ്മുടെ ഇടയിൽ ആരുമില്ല. എല്ലാവരും സ്റ്റാർ ആകാനാണ് ആഗ്രഹിക്കുന്നത്. ക്ലാസ്സിലെ സ്റ്റാർ, പാട്ടിലെ സ്റ്റാർ, അഭിനയത്തിലെ സ്റ്റാർ, ജോലി സ്ഥലത്തെ സ്റ്റാർ, ഇടവകയിലെ സ്റ്റാർ, നാട്ടിലെ സ്റ്റാർ എന്നിങ്ങനെ നീളുന്നു സ്റ്റാർ ആകാനുള്ളവരുടെ നിര. സ്റ്റാർ ആകുന്നത് നല്ലതാണ്, പക്ഷേ സ്റ്റാറിന്റെ ലക്ഷ്യം എന്തെന്ന് നാം മനസ്സിലാക്കണം. സ്റ്റാർ എന്നാൽ കുലീനതയുടെയും ഔന്നത്യത്തിന്റെയും പ്രതീകം, ശ്രേഷ്ഠതയുടെയും ഉയർച്ചയുടെയും ചിഹ്നം, വഴികാട്ടി എന്നെല്ലാമാണ് നക്ഷത്രം കൊണ്ട് അർത്ഥമാക്കുന്നത്. യഥാർത്ഥ നക്ഷത്രം വഴികാട്ടിയാവേണ്ടയാളാണ്. രക്ഷകൻ പിറന്നു വീണ സ്ഥലത്തേക്ക് ജ്ഞാനികൾക്ക് വഴികാട്ടിയാവുകയാണ് കിഴക്കുദിച്ച നക്ഷത്രം. ജെറുസലേമിലെ ഹേറോദസിന്റെ പക്കലേക്ക് അവരെ നയിക്കാതെ ബെത്ലഹേമിലെ പുൽക്കൂട്ടിലേക്ക് 3 ജ്ഞാനികളെ നയിക്കുന്ന നക്ഷത്രം. നാം നക്ഷത്രമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരെ വഴിതെറ്റാതെ നയിക്കുന്ന ഒരു നല്ല വ്യക്തിയാകണം. നക്ഷത്രം അടയാളമാണ്. ക്രിസ്തുമസ് കാലം വന്നു എന്നതിന്റെ അടയാളം. വീടുകളിലും ദേവാലയങ്ങളിലും കടകളിലും പൊതുസ്ഥലങ്ങളിലും നാം നക്ഷത്രങ്ങൾ തൂക്കുന്നു. യേശുവിന്റെ ജനനത്തിന്റെ അടയാളമായി നക്ഷത്രങ്ങൾ മാറുന്നു. നാം സ്റ്റാർ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ അടയാളമായി മാറുന്നതിന്റെ വലിയ ഉത്തരവാദിത്തം നാം ഏറ്റെടുക്കാൻ പോകുന്നു എന്ന് നാം ഓർക്കണം. സ്റ്റാർ ആകാൻ ആഗ്രഹിക്കുന്നവർ തന്നിലെ വെളിച്ചം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. കാലവും സമയവും കൂടുന്നതനുസരിച്ച് വെളിച്ചത്തിന്റെ അളവ് കൂട്ടേണ്ടതുണ്ട്. യഥാർത്ഥ നക്ഷത്രമാകാനും നക്ഷത്രമായി നിലനിൽക്കുവാനും അതത്ര എളുപ്പമല്ല. അതിലേക്കുള്ള വഴി ദുർഘടവും വെല്ലുവിളികൾ നിറഞ്ഞതുമാണ്. പ്രിയ കൂട്ടുകാരെ, ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ യേശു ജനിച്ചപ്പോൾ ഉദിച്ച നക്ഷത്രം അനേകർക്ക് വഴികാട്ടിയും പ്രകാശവുമായതുപോലെ നമുക്കും മറ്റുള്ളവർക്ക് നന്മയുടെ, സ്നേഹത്തിന്റെ, കാരണത്തിന്റെ സ്റ്റാർ ആകാം. അതിനായി നമുക്ക് പരിശ്രമിക്കാം. ഓ, ക്രിസ്മസ് കാലം തുടങ്ങുകയല്ലേ? ഇന്ന് നമ്മുടെ വീടുകളിൽ നക്ഷത്രം തെളിച്ചുകൊണ്ട് തുടങ്ങിയാലോ?